നിങ്ങൾ വിധിയിൽ വിശ്വസിക്കാത്ത ഒരാളാണോ? ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറ്റ് പല അർത്ഥതലങ്ങളും ഉണ്ടാവും. കാരണം ഈ വിധി എന്ന് പറയുന്നതിനെ നമ്മൾ പലപ്പോഴും മതവുമായി നമ്മുടെ വിശ്വാസവുമായി കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. വിധി എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണ്. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. വിധി എന്ന് പറയുന്നത് മുൻകൂട്ടി നമ്മുടെ തലയിൽ വരച്ച വരയാണ്. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വിധി നമ്മൾ മാത്രമാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ വിധിയിൽ ഈ ഭൂമിയിലുള്ള മറ്റൊരാൾക്കും യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. ഡെഫിനറ്റാണ്. ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്താലും ശരി, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജീവിതമുണ്ട്. നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പറയാറുള്ള ഒരു സിമ്പിൾ സ്റ്റോറി ഞാൻ പറയാണ്. ഞാൻ പണ്ട് ബൈക്കിൽ ഞാൻ എൻ്റെ ഉമ്മാനെ ഇരുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ പറയുമ്പോൾ ഉമ്മ എന്നോട് പറയാറുണ്ട്, മോനെ നിൻ്റെ വിധി, നീ വിധിയിൽ വിശ്വസിക്കണം. നിൻ്റെ വിധി ഇതൊക്കെയാണ്. നമ്മൾ വളരെ ലിമിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്, വളരെ സാധാരണക്കാരാണ് നമ്മൾ. എനിക്ക് അന്ന് ആ കാലത്ത് ഞാൻ ഒരുപക്ഷെ ഉമ്മ പറയുന്നത് കൊണ്ടായിരിക്കാം ആ വിധിയിൽ ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മളൊരു റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് പുറകിലൂടെ ഒരു വാഹനം വന്നിടിച്ചാൽ അതിൻ്റെ പേരാണ് വിധി. വാഹനം വന്നിടിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും നമ്മൾ ആ റോഡിൽ നിന്ന് മാറാതെ നടക്കുന്നത് മണ്ടത്തരമാണ്. ഇനി നിങ്ങൾ പറയണം, നിങ്ങളുടെ സ്കില്ലിൽ, നിങ്ങളുടെ കഴിവിൽ, നിങ്ങളുടെ മറ്റുള്ള ചുറ്റുപാടുകളിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അവിടെയാണ് നിങ്ങളുടെ വിധി മാറ്റി എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ലോകത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ മുഴുവൻ അവരുടെ സ്വയം വിധി സ്വയം തീരുമാനിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവരുണ്ടാക്കിയത്. വിധിയിൽ വിശ്വസിക്കുന്നവരാണോ വിശ്വസിക്കാത്തവരാണോ എന്നുള്ളത് സ്വയം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക.